ഇപ്പൊ എങ്ങനെ കഷ്ടപ്പെട്ട് ചപ്പാത്തി കൊയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ചപ്പാത്തി കിട്ടും, നല്ല ചപ്പാത്തിയാ. നല്ല ചപ്പാത്തിയാന്ന് വിചാരിച്ച് ജയിലിൽ പോയി കിടക്കാൻ പറ്റിയോ പാത്തുവോ? അങ്ങനെ അല്ല കദീസുമ്മ, ജയിൽ പുള്ളികൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാ. ഓലിപ്പൊ ജയിലിൽ ചപ്പാത്തി ഉണ്ടാക്കിട്ട് വിൽക്കണുണ്ട്. നല്ല സൂപ്പർ ചപ്പാത്തി. എന്നാ പിന്നെ ഓർക്ക് മര്യാദക്ക് നാട്ടിൽ നിന്ന് ചപ്പാത്തി വിറ്റ് ജീവിച്ചാ പോരെ? വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ജയിലിൽ പോയി കിടക്കണോ? അത് നേരാണല്ലോ. അത് പോട്ടെ, ഇനിയിപ്പൊ ജയിലിൽ ചപ്പാത്തി ഇല്ലേ തന്നെ നാട്ടിൽ ഇഷ്ടം പോലെ ചപ്പാത്തി ഉണ്ടല്ലോ. ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. പാക്കറ്റിൽ നല്ല അടിച്ചുപൊളി ചപ്പാത്തി കിട്ടും. വന്നേ പാക്കറ്റിൽ എന്തും കിട്ടുന്നായി. പണ്ടൊക്കെ അരിയും ഗോതമ്പൊക്കെ ഇടിച്ചിടിച്ച് പൊടിച്ചാ കൊടുക്കുക. ഈ ഇടിച്ചിട്ടുണ്ടോ പാത്തോ? നമ്മളെ ചെറുപ്പത്തില് പണ്ട് കുടിച്ചിക്കണേന്ന് തോന്നി. അന്ന് ഇടിയും തൊഴിയൊക്കെ ഉണ്ടായതുകൊണ്ടേ പെണ്ണുങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, സൂക്കേടും കുറവേനു. ഇന്ന് പാര് കൊണ്ട് പറ്റും ഇതൊക്കെ ഇടിക്കാനി? പുട്ടുപൊടി, നൂൽപ്പെട്ടുപൊടി, അപ്പം പൊടി, അങ്ങനെ പാക്കറ്റിൽ ഇഷ്ടം പോലെ പൊടികൾ വരുന്നില്ലേ? ഇതിലൊക്കെ എന്ത് പൊടിയാണ് വരുന്നതെന്നേ പൊടിപ്പിക്കുന്ന കമ്പനിക്കാർക്ക് പോലും അറിഞ്ഞൂടാ. എന്താണെങ്കിൽ നല്ല ഈസി അല്ലേ സംഭവം? ഈ എളുപ്പം നോക്കിയാ നാട് മുഴുവൻ കണ്ട സൂക്കേടായത്. പണ്ടൊക്കെ മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ നമ്മൾ തന്നെ നല്ലോണം കഴുകി ഒന്നുകിൽ പൊരേന്ന് പൊടിക്കും, അല്ലെങ്കിൽ മില്ല് കൊടുക്കും. ആണ്, പക്ഷെ ഇപ്പൊ ആരതിനൊക്കെ നിക്കണേ? ഓ വേണമെന്ന് വെച്ചാലേ അതാർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ആർക്കും കഷ്ടപ്പെടാൻ വയ്യ. ഇത്തിരി കഷ്ടപ്പെട്ട് നല്ല ഭക്ഷണം കഴിച്ചാ അത് നല്ലതല്ലേ? ആണ്, നല്ലതാണ്. പാക്കറ്റ് മുളക് പൊടിയിൽ കംപ്ലീറ്റ് മായ ഇഷ്ടികപ്പൊടിയൊക്കെ ചേർക്കണ്ടെന്നാ കേട്ടി. ഇതൊക്കെ അറിയാണെങ്കിൽ എന്തിനാ പാത്തോ ഇതൊക്കെ വാങ്ങുന്നത്? അല്ല, അനക്ക് മുളകും മല്ലിയൊക്കെ മില്ല് കൊടുത്ത് പൊടിപ്പിച്ചൂടെ? ആണ്, ശരിയാണ്. ഇതൊക്കെ നമ്മക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പണികളാണ്. നമ്മൾ ഇനി അങ്ങനൊക്കെ ചെയ്യാൻ നോക്കും. മിടുക്കി, അത് അമ്മക്ക് ഇഷ്ടായി. പഴമയിലേക്ക് പോകൂ, ആരോഗ്യം സംരക്ഷിക്കൂ. നിങ്ങളാണ് ആ കാര്യം നമ്മളൊന്ന് ഓർമ്മിപ്പിച്ച്. എന്നാ നമ്മള് പോവാ, നമുക്ക് പൈക്കാൻ തുടങ്ങി. പൈക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തിന്നെ ചപ്പാത്തി വേണ്ട മോളെ, എനിക്ക് ആ ചപ്പാത്തി കഴിച്ചാല് വയറ്റിന് പിടിക്കൂല. ഞാൻ എന്റെ പൊരേന്ന് കഴിച്ചോളാം. എന്നാ ശരി, എന്തേ താട് തിന്നാനി? നൂഡിൽസ്. അതാകുമ്പോ വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടേച്ചാ മതി, പണി കഴിഞ്ഞ്. ഞമ്മളെ പള്ളേം കഴിച്ചില്ലായി. അത് നല്ലോണം പള്ളക്ക് പിടിക്കുന്നുണ്ട്. എന്നാ ഞാൻ പോട്ടെ വേഗം പോയി നൂഡിൽസ് കഴിച്ചോളി. ആരോഗ്യം സംരക്ഷിക്കൂ. ഒരു വയമക്കാരി ഉപദേശിച്ച് നശിപ്പിക്കാൻ ഇത് നാവാണ് തള്ളക്ക്.